മധുരാപുരി ചരിത്രത്തിൽ ഇടം നേടാൻ പോകുന്നു. ഭൂമിയും സ്വർഗവും പാതാളവും രാജാതിരാജനായ ഈ കംസന്റെ അധീനതയിൽ. ദേവഗണങ്ങളും മനുഷ്യഗണങ്ങളും മൃഗങ്ങളും എന്നുവേണ്ട 14 ലോകത്തെയും സർവചരാചരങ്ങളും നമ്മുടെ വാക്കുകൾക്ക് മുന്നിൽ തലകുനിച്ചു നിൽക്കുന്നു. നാം ഒന്ന് വിരൽ ഞൊടിച്ചാൽ ഈ ലോകം തന്നെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന സൈന്യവ്യൂഹം നമ്മുടെ മനസ്സിലൊന്നുറച്ചാൽ അത് നേടാനുള്ള ചങ്കൂറ്റം. നാം സ്വൽപ്പം അഹങ്കരിച്ചു പോകുന്നുണ്ടോ എന്നൊരു സംശയം. ഇല്ല മഹാരാജൻ, അങ്ങനെ തോന്നുന്നുവെങ്കിൽ അത് അങ്ങയുടെ മനസ്സിന്റെ വലിപ്പമാണ്. അല്ലെങ്കിൽ തന്നെ ഈ ലോകത്തിന്റെ നാഥനായ അങ്ങയ്ക്ക് അല്പം അഹങ്കാരം കൈവന്നാൽ തന്നെ അത് ഭൂഷണമായ ജനങ്ങൾ കാണൂ. അങ്ങയുടെ ഭരണനേട്ടങ്ങൾ വാഴ്ത്താത്തവരായി ആരുണ്ടിവിടെ? അങ്ങയുടെ വീരകൃത്യങ്ങളെ കുറിച്ച് അറിയാത്തവരായി ആരുണ്ടിവിടെ? തമ്പുരാനെ, തമ്പുരാനെ, അടിയനെ രക്ഷിക്കണം, അടിയനെ രക്ഷിക്കണം, അടിയനെ രക്ഷിക്കണം തമ്പുരാനെ. മധുരാപുരിയുടെ വയലേലകളിൽ പണിയെടുക്കുന്ന ഒരുവൻ കൃത്യമായി കപ്പം കൊടുക്കാത്തതുകൊണ്ട് ഇവനെ അങ്ങയുടെ മുമ്പിൽ ഹാജരാക്കുന്നു. ഇവനുള്ള ശിക്ഷ കൽപ്പിച്ചാലും പ്രഭു. എന്ത്? വില്ലാളി വീരനായ കംസൻ വാഴുന്ന ഈ മധുരാപുരിയിൽ കപ്പം കൊടുക്കാതെ കഴിയാമെന്ന് കരുതിയോ? നമ്മുടെ ആജ്ഞ ലംഘിച്ച ഈ വിഡ്ഢിക്ക് 1000 ചാട്ടവാറടി നാം ശിക്ഷയായി വിധിക്കുന്നു. ഭാവി, താരി കരയല്ലേ, ഉറങ്ങിക്കോളൂട്ടാ. ഒന്നുമില്ല. ഉണ്ണി ഉറങ്ങിക്കോ, ഒന്നുമില്ല. ഉറങ്ങുണ്ണി. വാവോ, വാവ കണ്ണടച്ചുറങ്ങിക്കേ, ഉറങ്ങിടാ. വാവയല്ലേ, ഉറങ്ങുണ്ണി, ഉറങ്ങിടാ. എന്റെ വാവയല്ലേ, എന്തേ ഉറങ്ങ്, ഒന്നുറങ്ങിടാ, ഉറങ്ങിക്കോ. നമ്മുടെ കുഞ്ഞ് ജനിച്ചപ്പോ തൊട്ട് ഞാനങ്ങേ ശ്രദ്ധിക്കുക. കുഞ്ഞിനെ ഒന്ന് താലോലിക്കാൻ, ഒന്ന് മനസ്സറിഞ്ഞ് നോക്കാൻ പോലും കഴിയുന്നില്ലല്ലോ അങ്ങേക്ക്. ഈ മൂകതയ്ക്കും വിഷാദത്തിനും കാരണം എന്താ? ഞാൻ ധർമ്മസങ്കടത്തിലാണെന്ന കാര്യം ദേവി മറന്നുപോയോ? ധർമ്മസങ്കടമോ? അതെ, നാം നിന്റെ ജ്യേഷ്ഠന് കൊടുത്ത വാക്ക് പാലിക്കേണ്ട സമയമായി. ഇല്ല, നമ്മുടെ കുഞ്ഞിന് രാജാവിന് കൊടുത്ത വാക്ക് ലംഘിക്കാൻ കഴിയില്ലല്ലോ ദേവി. അങ്ങേക്ക് എങ്ങനെ തോന്നുന്നു ഇങ്ങനെയൊക്കെ പറയാൻ? കൊടുത്ത വാക്ക് അങ്ങേക്ക് ഇതെങ്ങനെ പറയാൻ തോന്നുന്നു? എന്തേ അങ്ങയുടെ ദേവിയുടെ വേദന കാണാതെ പോയി? പൊക്കൽ കൊടി അറുത്തു മാറ്റിയാലും അറുത്തു മാറ്റാൻ കഴിയാത്ത ആത്മബന്ധത്തെ അങ്ങേക്ക് എങ്ങനെ മറക്കാൻ കഴിയുന്നു? ഇല്ല, ഞാൻ എന്റെ കുഞ്ഞിനെ തരില്ല. പേറ്റുനോവിന്റെ വേദന പോലും മാഞ്ഞിട്ടില്ലാത്ത എനിക്ക് അമ്മിഞ്ഞ പാലിന്റെ മധുരം നുണയുന്ന എന്റെ കുഞ്ഞിന് ഇല്ല, ഞാൻ തരില്ല. എനിക്ക് തരാൻ കഴിയില്ല. എനിക്ക് തരാൻ കഴിയില്ല. ഭഗവാൻ, എന്തൊരു പരീക്ഷ! ദേവി, നിസ്സഹായനാണ് ഞാൻ. കൊടുത്ത വാക്ക് പാലിക്കാത്തവൻ പിന്നെ രാജാവല്ല. ഭഗവാനെ, ഇതെന്തൊരു പരീക്ഷണം!
മഹാമുനീശ്വരന് പ്രണാമം. അടിയനെ മുഖം കാണിക്കണമെന്ന് അങ്ങ് ആഗ്രഹിച്ചുവെന്ന് നാം അറിഞ്ഞു. അങ്ങൊന്നും പറഞ്ഞില്ല. അങ്ങയുടെ ഏതാഗ്രഹവും അടിയൻ... നിർത്ത്. എന്താവശ്യവും ഏതാവശ്യവും നിറവേറ്റാൻ കഴിയുന്ന മഹാരാജാവാണ് അങ്ങ് എന്ന് നമുക്കറിയാം. പക്ഷേ... എന്തു പക്ഷേ? അങ്ങയുടെ ഏതാഗ്രഹവും ഈ അടിയൻ... കഴിയില്ല മഹാരാജൻ, അങ്ങയ്ക്ക് അതിന് കഴിയില്ല. കാരണം എന്തുമായിക്കോട്ടെ, അങ്ങയുടെ ഏതാഗ്രഹവും ഈ ഉള്ളവൻ... മഹാരാജൻ, ശത്രു എത്ര വലിയവനായിരുന്നാലും, അവൻ എത്രയോ വരങ്ങൾ നേടി ആയോധന കലയിൽ മുന്നിലായിരുന്നാലും, അങ്ങയുടെ മുമ്പിൽ ചിറകൊടിഞ്ഞ പക്ഷിയെപ്പോലെ തളർന്നു വീഴുന്നത് നാം കണ്ടിട്ടുണ്ട്. നമുക്കതിൽ അഭിമാനം തോന്നിയിട്ടുമുണ്ട്. പക്ഷേ അങ്ങയുടെ ഈ സംശയങ്ങൾ നമ്മെ വല്ലാതെ തളർത്തുന്നു. പറയൂ, അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? അടിയൻ അറിയാതെ എന്തെങ്കിലും അബദ്ധവാക്കുകൾ... നമ്മെക്കുറിച്ച് അബദ്ധവാക്കുകളോ? മധുരാപുരിയിലെ മഹാരാജാവിന്റെ നാവിൽ നിന്ന് ഒരിക്കലുമില്ല. അടിയനെ ഇങ്ങനെ മുൾമുനയിൽ നിർത്താതെ പറയണം. മഹാരാജൻ, അങ്ങ് ക്ഷമിക്കണം. വാക്കുകൊണ്ടും നോക്കുകൊണ്ടും തന്റെ പ്രജകൾക്ക് ദുഃഖം വരുത്താതിരിക്കാൻ ശ്രമിച്ചവരായിരുന്നു മധുരാപുരിയിലെ മഹാരാജാക്കന്മാർ. അവരെന്നും പ്രജാക്ഷേമ തൽപരരായിരുന്നു. ഇന്നിപ്പോ രാജൻ, അങ്ങയുടെ ഭരണം, അങ്ങ് എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ഓർത്തിട്ടുണ്ടോ? മഹാമുനെ, അത്... മതി, നിർത്തൂ. അങ്ങയ്ക്ക് ലജ്ജയില്ലേ? പെറ്റുവീഴുന്ന ഓരോ കുഞ്ഞിനെയും ബലി കൊടുക്കുക. എങ്ങോ കേട്ട അശരീരി അങ്ങയെ ഇത്രയും ഭയപ്പെടുത്തുന്നു. വീരശൂര പരാക്രമി എന്ന് കൊട്ടിഘോഷിക്കുന്ന അങ്ങയുടെ മഹത്വം... മഹാമുനെ, മരണത്തെക്കുറിച്ച് ഓർത്തപ്പോ ഒന്ന് പതറിയല്ലേ? മധുരാപുരിയിലെ മഹാരാജൻ ഒന്ന് തളർന്നു. കാലത്തെപ്പോലും കാലചക്രത്തെപ്പോലും അതിജീവിക്കാൻ കഴിയുന്ന അങ്ങേക്ക് എന്തിനീ മരണഭയം? വിജയീഭവ.